الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. സൂറത്തുൽ ബഖറയിലെ 27-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി യൻഖുദൂന എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ മണിക്കേണ്ടതാണ്. സുക്കൂനുള്ള നൂന് ശേഷം ഖാഫ് വന്നു. ഖാഫ് ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. മിൻ ബഅദി അവിടെയും നാം മണിക്കേണ്ടതാണ്. അതിനാണ് ഇഖ്ലാബ് അല്ലെങ്കിൽ ഖൽബ് എന്ന് പറയുക. സുക്കൂനുള്ള നൂന് ശേഷം ബാ വന്നു. അപ്പോൾ നൂനിന്റെ സ്വരം മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. മിൻ ബഅദി മീസാഖിഹി. അങ്ങനെ ഉച്ചരിക്കുമ്പോൾ പൂർണ്ണമായും ചുണ്ട് മൃദുലമായി അടച്ചുകൊണ്ട് മണിച്ച് ഓതേണ്ടതാണ്. വയഖ്തഊന മാ അമറല്ലാഹു. വയഖ്തഊന എന്ന വാക്കിൽ ഖൽഖലയാണ് നിയമം. ഖാഫിന്റെ മേലെ സുക്കൂന് വന്നിട്ടുണ്ട്. മാ അമറല്ലാഹു അവിടെ ദീർഘിപ്പിക്കേണ്ടതാണ്. 4-5 ഖദർ ദീർഘിപ്പിക്കണം. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് നിയമത്തിന് പറയുക. അതേപോലെ തന്നെ ബിഹി അൻ യൂസൽ അവിടെയും നാം ദീർഘിപ്പിക്കേണ്ടതാണ്. അൻ യൂസൽ അവിടെ ഇദ്ഗാം ബി ഗുന്നയാണ് നിയമം. 2 ഖദർ മണിക്കേണ്ടതാണ്. ഉലൈക ഹുമുൽ ഖാസിറൂൻ അവിടെ 4-5 ഖദർ നീട്ടേണ്ടതാണ്. അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഈ ദീർഘത്തിന് പറയാറുള്ളത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയുടെ 27-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ച വാക്കാർത്ഥങ്ങൾ അല്ലദീന യാതൊരു കൂട്ടർ, യൻഖുദൂന അവർ ലംഘിക്കും, അഹദല്ലാഹി അള്ളാഹുവിന്റെ ഉത്തരവ് അല്ലെങ്കിൽ കൽപ്പന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കരാർ, മിൻ ബഅദി ശേഷമായി, മീസാഖിഹി അതിനെ ഉറപ്പിച്ചതിന്റെ, വയഖ്തഊന അവർ മുറിക്കുകയും ചെയ്യും, മാ അമറല്ലാഹു അള്ളാഹു കൽപ്പിച്ചതിനെ, ബിഹി അതിനെപ്പറ്റി, അൻ യുസ്വല അതു ചേർക്കപ്പെടുവാൻ, വയുഫ്സിദൂന അവർ നാശമുണ്ടാക്കുകയും ചെയ്യും, ഫിൽ അർളി ഭൂമിയിൽ അല്ലെങ്കിൽ നാട്ടിൽ, ഉലായിക അക്കൂട്ടർ, ഹുമുൽ ഖാസിറൂൻ അവർ തന്നെയാണ് നഷ്ടക്കാർ. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ അർത്ഥം അള്ളാഹുവിന്റെ ഉത്തരവ് അവൻ നൽകിയതിന് ശേഷം
അതിനെ ലംഘിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ച് വേർപ്പെടുത്തുകയും ഭൂമിയിൽ നാശമുണ്ടാക്കുകയും ചെയ്യുന്നവരത്രേ അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. ഇതാണ് സൂറത്തുൽ ബഖറയുടെ 27-ാമത്തെ ആയത്തിന്റെ അർത്ഥം. സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, സൂറത്തുൽ ബഖറയിലെ 26, 27 ആയത്തുകൾ അവതരിച്ചത് സത്യനിഷേധികളായ കപടവിശ്വാസികളെ കുറിച്ചായിരുന്നുവെന്ന്. ഒരു കൊതുകിനെ പോലെ നിസാരമായ വല്ല വസ്തുവിനെയോ അതിനേക്കാൾ മുകളിലുള്ള മറ്റു വല്ല വസ്തുവിനെയോ ഉപമയായി എടുക്കുന്നതിൽ അള്ളാഹുവിന് ലജ്ജയൊന്നുമില്ല എന്നും സത്യവിശ്വാസികൾ ഇത്തരം ഉപമകൾ അള്ളാഹുവിൽ നിന്ന് അവതരിച്ചതാണെന്ന് സത്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ് എന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അതിനെ തുടർന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളുടെ സ്വഭാവം പറയുകയാണ്. അവർ ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ ഇത്തരം ഉപമകൾ വഴി കപടവിശ്വാസികൾ പിഴവിലാവുകയും സത്യവിശ്വാസത്തിനെതിർ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി അവർ മാറുകയാണ്. ഈ കപടന്മാരായ ഫാസിഖുകളെ കുറിച്ച്, അവരുടെ സ്വഭാവത്തെക്കുറിച്ച്, അവരുടെ തിന്മകളെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 27-ാമത്തെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ആയത്തിലൂടെ നമുക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫാസിഖ് എന്ന് വിശേഷിപ്പിച്ച, അതായത് തെമ്മാടികളാണ് എന്ന് വിശേഷിപ്പിച്ച ഈ കപടന്മാരുടെ 3 തിന്മകൾ അല്ലെങ്കിൽ 3 ദുസ്വഭാവങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് ഈ 27-ാമത്തെ ആയത്തിലൂടെ എടുത്തു പറയുന്നത്. അതിൽ ഒന്നാമത്തേത് അള്ളാഹുവിനോടുള്ള കരാറ് ലംഘിച്ചു എന്നതാണ്. രണ്ടാമത്തെ കാര്യം അള്ളാഹു ചേർക്കുവാൻ കൽപ്പിച്ച ബന്ധം മുറിച്ചു കളയുന്ന ആളുകളാണ് അവർ എന്നാണ്. പിന്നെ മൂന്നാമത്തെ വിഷയം അത് ഭൂമിയിൽ നാശമുണ്ടാക്കലാണ്. ഈ 3 കാര്യങ്ങളും സഹോദരങ്ങളെ, അത് സത്യനിഷേധികളുടെ സ്വഭാവമാണ്. ഇത് സത്യവിശ്വാസികളുടെ സ്വഭാവത്തിന് വിരുദ്ധമായ നിലപാടുകളാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പൂർവികരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവർ അതിന് തെളിവ് പിടിച്ചുകൊണ്ട് സൂറത്തുൽ റഅദിലെ 19 മുതൽ 21 വരെയുള്ള ആയത്തുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഏതാണ് ആയത്ത്? അഫമൻ യഅലമു അന്നമാ ഉൻസില ഇലൈക മിൻ റബ്ബിക്കൽ ഹഖ്ഖു കമൻ ഹുവ അഅ്മാ. അപ്പോൾ നിനക്ക് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് അവതരിക്കപ്പെട്ടിട്ടുള്ളത് സത്യമാണെന്ന് മനസ്സിലാക്കുന്ന ഒരാൾ അന്ധനായി കഴിയുന്ന ഒരാളെ പോലെയാണു. ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, ബുദ്ധിമാന്മാർ മാത്രമേ ചിന്തിച്ച് മനസ്സിലാക്കുകയുള്ളൂ. അല്ലദീന യൂഫൂന ബിഅഹദില്ലാഹി വലാ യൻഖുദൂനൽ മീസാഖ്, അല്ലാഹുവോടുള്ള ബാധ്യത നിറവേറ്റുകയും കരാറ് ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്നവരെത്രേ അവർ. വല്ലദീന യസ്ലൂന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചത് കൂട്ടിയിണക്കുകയും വയഖ്ശൗന റബ്ബഹും വയഖാഫൂന സൂഹൽ ഹിസാബ്, തങ്ങളുടെ രക്ഷിതാവിനെ പേടിക്കുകയും കടുത്ത വിചാരണയെ ഭയപ്പെടുകയും ചെയ്യുന്നവരാണ് അവർ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ റഅദിലെ 19, 20, 21 ആയത്തുകളിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളുടെ ഈ സ്വഭാവ ഗുണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നതിന് ശേഷം അള്ളാഹു അതേ അധ്യായത്തിൽ സത്യനിഷേധികളെ കുറിച്ച് പറയുന്നുണ്ട്. 25-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാൻ കഴിയും. അള്ളാഹുവോടുള്ള ബാധ്യത ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിക്കുകയും കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചതിനെ അറുത്തുകളയുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാണ് ശാപം, അവർക്കാണ് ചീത്ത ഭവനമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്ന ആയത്തിലും സത്യനിഷേധികളായ ഫാസിഖുകളുടെ ആദ്യത്തെ സ്വഭാവമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ അല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവിന്റെ ഉത്തരവ് അവൻ നൽകിയതിനു ശേഷം അതിനെ ലംഘിക്കുന്നവരാണ് അവർ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ കരാർ എന്തായിരുന്നുവെന്നും അത് എങ്ങനെയാണ് ലംഘിച്ചതെന്നും നമ്മൾ സഹോദരങ്ങളെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. തഫ്സീർ പണ്ഡിതന്മാർ ഈ വിഷയം വൈവിധ്യമായ രൂപത്തിൽ ഇത് വിശദീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അതിലെ ഒരഭിപ്രായം, തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്ന ഒരഭിപ്രായം, ഇവിടെ അള്ളാഹു നൽകിയ ഉത്തരവ് ലംഘിച്ചു എന്ന് പറയുന്നത് മദീനയിലുള്ള സത്യനിഷേധികളായ വേദക്കാരും അവരിൽപ്പെട്ട മുനാഫിക്കുകളുമാണ് എന്നാണ്. ഈ വേദക്കാരായ കപടവിശ്വാസികൾ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണ്?
അവർ ബാഹ്യത്തിൽ മുസ്ലിമുകളായത് അവർ കലിമ ചൊല്ലിക്കൊണ്ടാണ് സഹോദരങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അവർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് അവർ പുറമേക്ക് അഭിനയിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അവർ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധ്യനായി ആരും തന്നെ ഇല്ല എന്ന്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന്. ഈ സാക്ഷ്യ വചനം ചൊല്ലിക്കൊണ്ടാണ് സഹോദരങ്ങളെ അവർ കപടമായി കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ തന്നെ ജൂതന്മാർക്ക് തോറയിലൂടെ, അതായത് മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു അവതരിപ്പിച്ച തൗറാത്തിലൂടെ ജൂതന്മാരിൽ നിന്ന് അള്ളാഹു എടുത്ത ഒരു പ്രതിജ്ഞയുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തെക്കുറിച്ചും അങ്ങനെ ഒരു പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ ആ പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണമെന്നൊക്കെയുള്ള വളരെ കൃത്യമായ നിർദ്ദേശം. ആ നിർദ്ദേശം അവർക്ക് നൽകിയിട്ടും അത് പിന്തുടരാതെ അവർ അതെല്ലാം ലംഘിക്കുകയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ ഉത്തരവ് അവൻ നൽകിയതിനു ശേഷം അതിനെ ലംഘിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞത് ഈ വേദക്കാരെ കുറിച്ചാണ്. അതുപോലെ ജൂതന്മാരിൽ നിന്ന് തന്നെ കാപട്യത്തോടുകൂടി ഇസ്ലാം സ്വീകരിച്ച, സത്യം കൃത്യമായി അറിഞ്ഞിട്ടും അള്ളാഹുവിനെയും റസൂലിനെയും ചതിക്കുവാൻ വേണ്ടി പണിയെടുക്കുന്ന യഹൂദികളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർക്കിടയിലെ ഒരു അഭിപ്രായം. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു അഭിപ്രായം, അത് ഇവിടെ അള്ളാഹുവിന്റെ ഉത്തരവ് ലംഘിച്ചവർ എന്ന് പറയുന്നത് അത് ആ വേദക്കാരെ അനുകൂലിച്ച മുശ്രിക്കുകളാണ് എന്നാണ്, ബഹുദൈവാരാധകരായ ആളുകളാണ് എന്നാണ് മറ്റൊരു അഭിപ്രായം. സഹോദരങ്ങളെ, ഈ അഭിപ്രായങ്ങളെല്ലാം ഉദ്ധരിച്ചതിന് ശേഷം ഇമാം തബരി റഹിമഹുല്ലാ പ്രബലമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് അത് രണ്ട് വിഭാഗങ്ങളെയാണ്. അതായത് വേദക്കാരും അവരിൽപ്പെട്ട കപടവിശ്വാസികളും അതുപോലെ തന്നെ അവരെ അനുകൂലിച്ച മുശ്രിക്കുകളും. ഇവരാണ് അള്ളാഹുവിൽ നിന്നുള്ള കരാറ് ലംഘിച്ച ആളുകൾ. എന്നാൽ ഇത് പൊതുവായി ഇവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല, മറിച്ച് ഈ ആളുകളുടെ പാത സ്വീകരിച്ച, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നടക്കാതെ അനുസരണക്കേട് കാണിക്കുന്ന, അള്ളാഹുമായുള്ള കരാറ് ലംഘിക്കുന്ന എല്ലാ സൃഷ്ടികളിൽപ്പെട്ട വിഭാഗക്കാരും ഈ കരാറ് ലംഘിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുമെന്നാണ് ഇമാം തബരി റഹിമഹുല്ലാ വിശദീകരിക്കുന്നത്. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ചില പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഉത്തരവ് ലംഘിക്കുന്നവർ ആര് എന്നതിൽ അഭിപ്രായമായി പറഞ്ഞത്, അത് ആദം നബി അലൈഹിസ്സലാമിയെ സൃഷ്ടിച്ച ശേഷം ആദം നബി അലൈഹിസ്സലാമിയുടെ മുതുകിൽ നിന്ന് ഇനി ലോകാവസാനം വരെ ജീവിക്കുവാനുള്ള മുഴുവൻ മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവന്ന് അവരോട് ചില വിഷയങ്ങൾ പറയുന്നുണ്ട്, ചില കരാറുകൾ അവരിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഇക്കാര്യം സൂറത്തുൽ അഹ്റാഫിലെ 172 ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. വൈദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയതഹും, നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും വഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും, അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം അവൻ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന്. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ എന്ന് ചോദിച്ചു. ഖാലു ബലാ ഷഹിദ്ന, അവർ പറഞ്ഞു അതെ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കുമെന്നതിനാലാണ് അങ്ങനെ ചെയ്തത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. അപ്പോൾ സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാമിയുടെ മുതുകിൽ നിന്ന് എല്ലാ മനുഷ്യന്മാരെയും പുറത്തു കൊണ്ടുവന്നുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചതും അതിന് മനുഷ്യന്മാർ സാക്ഷ്യം പറഞ്ഞ വിഷയമാണ് അള്ളാഹുവുമായുള്ള കരാറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ചില മുഫസ്സിറുകൾ വിശദീകരിക്കുകയാണ്. ഈ കരാറാണ് മൊത്തത്തിൽ സത്യനിഷേധികളും വിഗ്രഹാരാധകരും കപടവിശ്വാസികളും അങ്ങനെ എല്ലാവരും ലംഘിക്കുന്നത് എന്ന് ഈ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയുടെ 27 ആയത്തിന്റെ തുടക്കത്തിലെ ഭാഗത്തിന് പണ്ഡിതന്മാർ നൽകിയ വിശദീകരണം. ഇവിടെ ഫാസിഖുകൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഈ ആളുകളുടെ 3 തിന്മകൾ, അതിലെ ഒരു സ്വഭാവമാണ് അള്ളാഹുവിനോടുള്ള കരാറ് ലംഘിച്ചു കളഞ്ഞവരാണ് അവർ എന്ന വിഷയം. അതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ഇനി 2 കാര്യങ്ങൾ കൂടി അള്ളാഹു അവരുടെ ദുസ്വഭാവമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.